നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2.5 വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ റമദാൻ നോമ്പ് ആരംഭിച്ചതിന് പിന്നാലെ നിർണായക മാറ്റങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴിതാ കുവൈറ്റ് ഒരു പ്രധാന അറിയിപ്പ് പുറത്തുവിട്ടു. മെയ് 1 മുതൽ 4 വരെ രാജ്യത്തെ ബാങ്കുകൾ അവധിയായിരിക്കുമെന്ന് കുവൈറ്റ് ബാങ്കിംഗ് അസോസിയേഷൻ അറിയിച്ചു. എന്നാൽ മെയ് 5 വ്യാഴാഴ്ച എല്ലാ ബാങ്കുകളുടെയും ഹെഡ് ഓഫീസുകൾ പ്രവർത്തിക്കും. കുവൈറ്റിലെ 6 ഗവർണറേറ്റുകളിലെയും പ്രധാന ബാങ്കുകൾ വഴിയും മെയ് 5-ന് പൊതുജനങ്ങൾക്ക് ബാങ്കിംഗ് സേവനം നടത്താൻ സാധിക്കും. ബാങ്കിംഗ് അസോസിയേഷൻ വക്താവ് ഷെയ്ഖ് അൽ ഈസ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് സർക്കാർ 5 ദിവസത്തെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ബാങ്ക് ഉണ്ടായിരിക്കുമോ എന്ന കാര്യത്തിൽ ചെറിയ വ്യക്തതക്കുറവ് ഉണ്ടായിരുന്നു. ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബാങ്ക് അധികൃതർ. അതേസമയം രാജ്യത്ത് പെരുന്നാൾ പ്രമാണിച്ച് പുതിയ കറൻസികൾ എല്ലാ ബാങ്കുകളിലും എത്തിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് അറിയിച്ചു. 1/4 ദിനാർ, അര ദിനാർ, 1 ദിനാർ എന്നിവയുടെ നോട്ടുകളാണ് പെരുന്നാളിന് ശേഷം പുറത്തിറങ്ങുക. പെരുന്നാൾ കാലത്ത് പുത്തൻ നോട്ടുകൾക്ക് ആവശ്യക്കാർ കൂടുതലാണ്. 5, 10, 20 ദിനാർ നോട്ടുകൾ ബാങ്ക് അവധിക്ക് മുമ്പ് തന്നെ ബാങ്കുകളിൽ നിന്നും ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയ്ക്ക് ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വകാര്യ മേഖലയ്ക്ക് 4 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 1 ഞായറാഴ്ച മുതൽ മെയ് 4 വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 30, അതായത് റമദാൻ 29 ആയിരിക്കും അവസാന പ്രവൃത്തി ദിനം. അവധി കഴിഞ്ഞ് മെയ് 5-ന് ഓഫീസുകളും സ്ഥാപനങ്ങളും വീണ്ടും തുറന്ന് പ്രവർത്തിക്കുമെന്ന് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.